നമ്മളിനിയും മലമ്പുഴയിലേക്കാണ് പോകുന്നത്. മലമ്പുഴയിൽ നമുക്കറിയാം ഇന്നലെ റെയിൽപാളം മുറിച്ചു കിടക്കുന്നതിനിടെ അപകടം പറ്റിയ കാട്ടാനയെ പറ്റി. കൊട്ടേക്കാടായിരുന്നു ആ അപകടം നടന്നത്. ആ കാട്ടാനയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. ഒരു തരത്തിലും ആനയുടെ ആശാവഹമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല പരിശോധിക്കുന്ന വൈദ്യസംഘം നൽകുന്നത്. ആനയ്ക്ക് പിൻകാലുകൾക്ക് ബലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കിടപ്പിലായ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം അത് പരാജയപ്പെടുകയും ചെയ്തു. വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനേഷ്, ഒരുപക്ഷെ എല്ലാവരുടെയും ഒന്ന് നൊമ്പരം തോന്നിയ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ആയിരുന്നു ആ ആന ഏന്തി വലിഞ്ഞ റോഡ് മുറിച്ച് കടക്കുന്ന ആ ദൃശ്യങ്ങൾ. അപ്പോൾ ആ കാട്ടാനയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്നത് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണല്ലോ. അതിൻ്റെ പിൻകാലുകൾക്ക് ഒരു തരത്തിലും ബലമില്ലാന്നാണോ? എൽദോ, ഇത് അപകടത്തിൽ പരിക്ക് പറ്റിയതിന് ശേഷം ഇപ്പോൾ ഇന്നലെ കുറച്ച് മണിക്കൂറായി ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ദൃശ്യം ആ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ആന ആ കാട്ടിലേക്ക്, ആ കുറ്റിക്കാട്ടിലേക്ക് മാറിയതാണ്. അതിനുശേഷം എഴുന്നേൽക്കാൻ ആനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു 5-8 മണിക്കൂറിലധികം സമയമായി ആന എഴുന്നേറ്റിട്ടില്ല. ആന രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ആനയിപ്പോൾ ഒരു കാടിനുള്ളിലെ തന്നെ ഒരു താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പോയി ദൃശ്യങ്ങൾ എടുക്കുക അതിലെല്ലാം തന്നെ പരിമിതിയുണ്ട്. വനംവകുപ്പ് ദൃശ്യങ്ങൾ നൽകിയാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആന എപ്പോഴും എഴുന്നേറ്റിട്ടില്ല. എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ വനംവകുപ്പ് മരുന്നും മറ്റ് ചികിത്സകളും നൽകുന്നുണ്ട്. വെറ്ററിനറി സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി മരുന്ന് നൽകുന്നുണ്ട് ആനയ്ക്ക്. പക്ഷേ പിൻകാലിനാണ് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനോ അതുപോലെ തന്നെ മറ്റൊന്നും കഴിയാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. ആനയ്ക്ക് മതിയായ ചികിത്സ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം മന്ത്രിക്ക് ആനപ്രേമി സംഘം ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പുറമേക്ക് പക്ഷേ പരിക്കൊന്നും കാണാനില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഇതിനൊരു വിദഗ്ധ പരിശോധന നടത്തിയാൽ മാത്രമേ പുറമേക്ക് മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. ഉള്ളിലേക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ കാലിന് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഉള്ളിലേക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവുമുണ്ട്. സാധാരണ നിലയിൽ കാലിന് മാത്രം പരിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഉള്ളിൽ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ അങ്ങനെ രക്തസ്രാവമൊന്നും ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടൊന്നും വനംവകുപ്പിന്റെ പരിശോധനയിൽ ഈ വെറ്ററിനറി സർജൻ പരിശോധന നടത്തിയപ്പോൾ അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്കറിയാം ഈ പ്രദേശത്ത് വാളയാർ ഈ ഭാഗത്ത് മലമ്പുഴ ഭാഗത്തെല്ലാം തന്നെ ധാരാളം ഈ ആനത്താരകളുള്ള സ്ഥലമാണ്. ആനകൾ നിരവധി മുറിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ ആനകൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇടിച്ച് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ട്രെയിൻ ഇടിച്ച് ആനകൾ ചരിയുന്നത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതിന്റെ ഒരുപക്ഷെ ആന ഇത് മുറിച്ച് കടന്നതിന്റെ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ പിൻഭാഗത്തെ കാലിന് തട്ടിയതാവാം എന്നുള്ളൊരു നിഗമനത്തിലാണ് വനം വകുപ്പ്. എന്തായാലും അത്തരത്തിലുള്ളൊരു ചികിത്സ നൽകുന്നുണ്ട്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനേഷ്, ഈ ആനയുടെ കാലിന്റെ കുഴ അത് തെറ്റിയെന്നുള്ള സംശയമുണ്ട്. പക്ഷേ അപ്പോഴും അത് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ ഉള്ളൂ. ആനയ്ക്ക് ഈ ട്രെയിൻ തട്ടിയത് വഴി മറ്റെന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് ഈ വിദഗ്ധ സംഘം ഒരു 5 പേരടങ്ങുന്ന മെഡിക്കൽ സംഘമല്ലേ പരിശോധിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുന്നില്ലേ? പിൻകാലുകൾക്ക് ബലം കൊടുക്കാൻ കഴിയുന്നില്ല, കുഴ തെറ്റി എന്നുള്ളൊരു സംശയം തന്നെയാണുള്ളത്. എല്ലുകൾക്കൊന്നും പൊട്ടലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമെ പരിക്കും കാണാനില്ല. പക്ഷേ ഉള്ളിലേക്ക് പരിക്കുണ്ടോ എന്നുള്ളതിന്റെ പരിശോധനകൾ നടന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ പറയുന്നു ആന ഗുരുതരമാണ് ആനയുടെ അവസ്ഥ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കാലിന് മാത്രമായിരിക്കില്ല പരിക്ക് എന്നുള്ളതാണ്. ആന തീരെ അവശ നിലയിലാണ്. ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, കാലിന് മാത്രമല്ല ആനയെ തീരെ അവശ നിലയിൽ തന്നെയാണ് ആനയുള്ളത്. മറ്റേതെങ്കിലും തരത്തിലേതെങ്കിലും ഈ അപകടത്തിൽ ഈ എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾക്കോ മറ്റോ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു വിശദമായ പരിശോധന എന്തായാലും ഈ മെഡിക്കൽ സംഘം നടത്തുന്നുണ്ട്. അതും കൂടെ അതിന് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും എങ്ങനെയാണ് ആനയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില വ്യക്തമാവുകയുള്ളൂ. ശരി വിനേഷ്, എന്നാലും 2 കാട്ടാനകളാണ് ഇന്ന് രാവിലെ തന്നെ വാർത്തകളിൽ ആദ്യം ഇടം പിടിക്കുന്നത്. ഒന്ന് കോട്ടപ്പടി, എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് കോട്ടപ്പടി എന്ന സ്ഥലമുണ്ട്. അവിടെ
പതിവായി കാട്ടാനകളെത്തുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, വലിയ കൃഷിയിടങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു കാട്ടാന ഒരു ശുദ്ധജല അല്ലെങ്കിൽ ജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണു. ജനങ്ങൾ പ്രതിഷേധമുണ്ട്. കാരണം വേറൊന്നുമല്ല, കാട്ടാനയെ നേരെ കയറ്റിവിടേണ്ട, അത് വെടിവെച്ച് മയക്കുവെടി വെച്ച് തന്നെ മാറ്റണം എന്നുള്ളതാണ് ആവശ്യം. പ്രശ്നക്കാരനാണ് ആന എന്നും പറയുന്നു അവിടുത്തെ ജനങ്ങൾ. മറ്റൊന്ന്, ഇപ്പോൾ വിനേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ മലമ്പുഴയിൽ ട്രെയിൻ തട്ടിയ കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം അത് അമ്പെ പരാജയപ്പെട്ടു എന്നാണ് വിദഗ്ധ സംഘം പറയുന്നത്. ആന രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നും അവർ പറയുന്നു. എന്നാലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം, ആന രക്ഷപ്പെടും, എഴുന്നേറ്റ് നിൽക്കും, ആനയുടെ ആയുസ് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. എന്നാലും